ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സച്ചി അറിയാതെ ദേവുവിന്റെയും അരുണിന്റെയും രജിസ്റ്റർഡ് മാരേജ് നടത്തുകയാണ് രേവതി. പിന്നീട് സച്ചി വിവാഹത്തിന് സമ്മതിക്കുകയും വിവാഹ മണ്ഡപത്തിൽ വെച്ച് രേവതി അവരുടെ രജിസ്റ്റർഡ് മാരേജ് നടത്തിയ കാര്യം അറിയുകയുമാണ് സച്ചി. തുടർന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അരുണിന്റെയും ദേവുവിന്റെയും വിവാഹം നടത്തുകയും മദ്യപിച്ച് ലക്കുകെട്ട സച്ചി ചന്ദ്രോദയത്തിലേക്ക് വരികയുമാണ്. അവിടേക്ക് രേവതി രവീന്ദ്രന്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ്. തന്നെ ചതിച്ച നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ചന്ദ്രമതി. തുടർന്ന് രേവതി വീട്ടിലേക്ക് വരുമ്പോൾ ബെഡ്റൂമിൽ ഇരിക്കുന്ന അരുണും ദേവവും അറിയാതെ രേവതിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ലക്ഷ്മിയും ശരത്തും. രേവതിയെ ഒന്നും പറയാൻ നിൽക്കുമ്പോൾ ലക്ഷ്മി പറയാണ്, ഞാൻ നിന്റെ അമ്മയാണ്, നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലോ. എന്താ നടന്നത് രേവതി പറ, ആ വീട്ടിൽ എന്തായിരിക്കും നടന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. സച്ചി വഴക്കുണ്ടാക്കിയോ? അപ്പൊ രേവതി പറയണ, അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട, നമുക്ക് ഉറങ്ങാം വാ. ഇത് കേട്ട് ലക്ഷ്മി ചോദിക്കണ, നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അർദ്ധരാത്രിക്ക് വീട്ടുമുറ്റത്ത് വന്ന് നിന്നാൽ ഞാൻ എങ്ങനെ ഉറങ്ങാനാ? ആദ്യം നീ എന്താ നടന്നേന്ന് പറ. ശരത്ത് ചോദിക്കുന്നു, ചേച്ചി സച്ചിയേട്ടൻ വഴക്ക് പറഞ്ഞോ? ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ചോദിക്കുന്നു, എന്തു പറ്റി രേവതി? നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞ് നിന്നെ സച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? ഞാൻ അപ്പോഴേ വിചാരിച്ചതാ സച്ചി അറിയാതെ നീയാണ് ഈ കല്യാണം നടത്തിയെന്ന് അറിഞ്ഞപ്പോഴേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന്. ഇതുകൊണ്ടാ ഞാൻ അന്ന് പറഞ്ഞത് ദേവുവിന് വേണ്ടി നീ നിന്റെ ജീവിതം ഇല്ലാതാക്കരുതെന്ന്. ഇപ്പം അതേപോലെ സംഭവിച്ചില്ലേ? എന്തിനാ അവരുടെ കല്യാണം നടത്തി കൊടുത്തേ? അപ്പൊ രേവതി പറയണ, ഞാൻ കല്യാണം നടത്തി കൊടുത്തതല്ല അമ്മേ, അവരന്നേ ആ തീരുമാനം എടുത്തതാണ്. അരുണും ദേവും കൂടി ആ തീരുമാനം എടുത്ത് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു. ഞാൻ ഇല്ലായിരുന്നെങ്കിലും അവര് കല്യാണം കഴിക്കുമായിരുന്നു. ദേവു ആരും ഇല്ലാത്തവളാണെന്ന് വിചാരിക്കണ്ടെന്ന് കരുതിയാ ഞാൻ പോയി സാക്ഷിയായിട്ട് ഒപ്പിട്ടെ. ഇത് കേട്ട് ലക്ഷ്മി പറയണ, നീ ചെയ്തത് തെറ്റാടി. നീ സച്ചിയോടെങ്കിലും അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയേണ്ടതായിരുന്നു. അപ്പൊ ശരത്ത് പറയുകയാണ്, അതെ ചേച്ചി, സച്ചിയേട്ടനോട് ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ദേവു ഇത് സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് സച്ചിയേട്ടന് മനസ്സിലായേനെ. അപ്പൊ സച്ചിയേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചേനെ. അപ്പൊ ലക്ഷ്മി പറയണ, നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കണമായിരുന്നു രേവതി. സച്ചി തന്നെ അവസാനം ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? അന്ന് രജിസ്റ്റർഡ് മാരേജ് നടക്കാതിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കില്ലായിരുന്നല്ലോ. അപ്പൊ രേവതി പറയണ, അമ്മേ ആ സമയത്ത് ഞങ്ങക്ക് വേറെ വഴി അറിയില്ലായിരുന്നു. സച്ചിയേട്ടനും ദേവുവിനു വേണ്ടി പയ്യനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പയ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്തുമോന്ന് ഭയന്നാണ് ഞാൻ ഇത് ചെയ്തത്. ഇത് കേട്ട് ലക്ഷ്മി പറയണ, ദേവുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും സച്ചി ചെയ്യില്ല. അവൻ വളരെ നല്ല മനുഷ്യനാ. ഇതിക്കിട്ട് രേവതി പറയുകയാണ്, അതൊക്കെ എനിക്കും അറിയാമേ. ആ സമയത്ത് എനിക്ക് ദേവുവിന്റെ ജീവിതമാണ് വലുതായിട്ട് തോന്നിയത്. ഇതിക്കിട്ട് ലക്ഷ്മി പറയണ, അവൾക്കൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി നീ നിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് വന്ന് നിൽക്കുകയല്ലേ? ഇതിക്കിട്ട് രേവതി പറയണ, അങ്ങനെ ഒരു പ്രശ്നമില്ല. സച്ചിയേട്ടനും ഞാനും കൂടി വഴക്കുണ്ടാക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപ്പൊ ലക്ഷ്മി ചോദിക്കാണ്, എന്തെങ്കിലും സച്ചി നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ രേവതി പറയണ, അമ്മേ സച്ചിയേട്ടൻ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. കള്ളു കുടിച്ച് ബോധമില്ലാതെ നിൽക്കുകയായിരുന്നു സച്ചിയേട്ടൻ. അമ്മയും കണ്ടതല്ലേ? സച്ചിയേട്ടൻ കുടിച്ച കള്ളിന്റെ കെട്ടിറങ്ങട്ടെ, അപ്പം സച്ചിയേട്ടൻ തന്നെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പൊയ്ക്കോളും. ഇത് കേട്ട് ലക്ഷ്മി പറയണേ, എനിക്ക് പേടിയാകുന്നു രേവതി. സച്ചിയുടെ ദേഷ്യം മാറിയില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താകും? അപ്പൊ രേവതി പറയണ, ഒരു കുഴപ്പമില്ല അമ്മേ, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സച്ചിയേട്ടൻ വളരെ നല്ലവനാ. ഞാൻ ചെയ്ത തെറ്റിന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് വരത്തില്ലായിരുന്നു. പക്ഷെ ഞാനും ദേവും ചെന്ന് വിളിച്ചപ്പോൾ സച്ചിയേട്ടൻ വന്നില്ലേ? അപ്പൊ തന്നെ മനസ്സിലാകില്ലേ സച്ചിയേട്ടന്റെ മനസ്സ്? സച്ചിയേട്ടൻ എന്നോട് ദേഷ്യപ്പെടാം, ഉറക്കെ ബഹളം വെക്കാം, വീട്ടിൽ നിന്ന് ഇറക്കി വിടാം. പക്ഷെ സച്ചിയേട്ടന് എന്നെ വെറുക്കാൻ പറ്റില്ലമ്മേ. സച്ചിയേട്ടൻ തന്നെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പൊയ്ക്കോളും. അങ്ങനെ രേവതി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ അരികിലേക്ക് ചെന്ന ശരത്ത് ചോദിക്കുന്നു, ചേച്ചി ഞാൻ പോയി സച്ചിയേട്ടനോട് സംസാരിക്കട്ടെ? രേവതി ചോദിക്കുന്നു, എടാ ഈ സമയത്ത് നീ പോകാൻ തുടങ്ങുകയാണോ? വെറുതെ ഇരിക്കടാ, നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. സച്ചിയേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സച്ചിയേട്ടൻ തന്നെ എന്നെ വിളിക്കാൻ വരും. സച്ചിയേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാനില്ലാതെ സച്ചിയേട്ടനും ജീവിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. നാളെ ദേവു അരുണിന്റെ ഒപ്പം വീട്ടിലേക്ക് പോകും. ഇന്ന് രാത്രി ഇവിടെ താമസിക്കാമെന്ന് കരുതിയാ ഞാൻ വന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോണോ? അപ്പൊ ലക്ഷ്മി പറയണ, ഞാനെന്താ എനിക്ക് വേണ്ടിയാണോ പേടിക്കുന്നത്? നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്താ ഞാൻ പേടിക്കുന്നത്. ഇത് കേട്ട് രേവതി പറയണ, അമ്മേ പേടിക്കാതെ, സച്ചിയേട്ടൻ ഉറപ്പായിട്ടും വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം, ഞാൻ രാത്രി വന്ന കാര്യം ദേവുവിനോട് പറയണ്ട, അവളുടെ മനസ്സ് വേദനിക്കും. അവള് സന്തോഷമായിട്ടിരിക്കേണ്ട സമയല്ലേ? അപ്പൊ ലക്ഷ്മി പറയണ, അവൾക്ക് എന്താ മനസ്സിലാകത്തില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്നെ ഇവിടെ കാണുമ്പോഴേ അവൾ എല്ലാം മനസ്സിലാക്കും. അപ്പൊ രേവതി പറയുന്നു, അത് അവളായിട്ട് കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ, അമ്മയൊന്നും പറയരുത്. ശരി ഞാൻ പറയുന്നില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ രേവതി പറയണ, ശരത്തെ നീയും ഒന്നും പറയരുത്. ശരി ചേച്ചി എന്ന് ശരത്ത് പറയുമ്പോൾ, ഞാൻ പോയി നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് പോവുകയാണ്. രേവതി വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. തുടർന്ന് ടെറസിലിരുന്ന് മദ്യപിക്കുകയാണ് സുധിയും ശ്രീകാന്തും. ഈ സമയം മദ്യപിച്ച് ലക്കുകെട്ട സച്ചി രേവതി എന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ്. ആരോ വരുന്നത് പറഞ്ഞ് കുപ്പിയൊക്കെ മാറ്റുകയാണ് സുധിയും ശ്രീകാന്തും.
ശ്രീകാന്തും. സുധി പറയുന്നു, ഓ ഇവനായിരുന്നോ? സച്ചി ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? അപ്പൊ സുധി പറയുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ, നീ എന്താ ഇവിടെ രേവതി അന്വേഷിക്കുകയാണോ? സച്ചി പറയണ, അതെ, അവള് വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് തുണി വിരിക്കാൻ വന്നു കാണും. ഇത് കേട്ട് ശ്രീകാന്ത് ചോദിക്കണ്ട, തുണി വിരിക്കാൻ വന്നെന്നോ? സച്ചിയേട്ടാ ഏട്ടത്തിയുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ തുണി വിരിക്കാൻ വരുമെന്നോ? അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ അവിടേക്ക് ഇരുന്ന സച്ചി ചോദിക്കണ, എടാ ശരിക്കും ഞാനല്ലേ കുടിക്കേണ്ടത്, ഇപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ കുടിക്കുകയാണോ? അപ്പൊ സുധി പറയണ, ഒരുപാട് നാളായെന്ന് ശ്രീ പറഞ്ഞു, അതുകൊണ്ടാ ഒരു ബിയർ കഴിക്കാന്ന് വിചാരിച്ചേ. ഇത് കേട്ട് സച്ചി പൊട്ടിച്ചിരിക്കുമ്പോൾ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് സുധി. അപ്പൊ സച്ചി പറയണ, നിങ്ങൾ രണ്ടുപേരും ടെറസിലിരുന്ന് കുടിക്കുന്നു, ആരും അറിയാതെയല്ലേ കുടിക്കുന്നത്, പക്ഷെ കള്ളുകുടിയെന്നുള്ള പേര് എനിക്ക് ടെൻഷൻ വരുമ്പോഴാണ് കുടിക്കുന്നത്, നിങ്ങളെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ കുടിക്കുന്നേ? അപ്പൊ സുധി പറയണ, ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും ആയിരിക്കും കുടിക്കുന്നത്, നിന്നെ പോലെ എന്തിനും ഏതിനും കുടിക്കാറില്ല. അപ്പൊ സച്ചി പറയണ, ഞാനായിട്ട് പോയി എല്ലാവരുടെ അടുത്തും ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് പറയാറില്ലല്ലോ, എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കടാ, രേവതി എന്നോട് പറയാതെ അവളുടെ അനിയത്തിയുടെ കല്യാണം നടത്തിയില്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് സച്ചി സുധിയുടെ കയ്യിൽ നിന്നും ബിയർ വാങ്ങിച്ചു കുടിക്കുകയാണ്. തുടർന്ന് സച്ചി ചോദിക്കുന്നു, എടാ നമ്മളുടെ ആരെങ്കിലും എന്തെങ്കിലും ഭാര്യയിൽ നിന്നും മറച്ചു വെക്കാറുണ്ടോ? എന്റെ ഭാര്യ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുമായിരുന്നു, പക്ഷെ ഇത്രയും വലിയൊരു കാര്യം അവൾ എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ, ഇതിനു മുമ്പേ അവൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ സുധി പറയണ, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണോ? ആദ്യം നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്, ഇത് മാത്രമേ എന്നിൽ നിന്നും മറച്ചു വെച്ചുള്ളോ അതോ വേറെന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോന്ന്. ഇത് കേട്ട് ശ്രീകാന്ത് പറയണ, ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ, സച്ചിയേട്ടൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. സുധി പറയണ, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് കേട്ട് സച്ചി പറയണ, ഇതെല്ലാം സത്യ, ഞാൻ ഇപ്പൊ തന്നെ അവളോട് ചോദിക്കാം. ഇത് കേട്ട് സുധി പറയണ, ഇത് മാത്രമേ നീ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടോ അതോ വേറെന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇപ്പൊ തന്നെ ചോദിക്കാം, അതിനാ ഞാൻ അവളെ ഫോൺ വിളിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ലക്ഷ്മി ചോദിക്കുന്നു, ആരാ രേവതി? ഫോൺ കാണിച്ചുകൊണ്ട് രേവതി പറയണ, ഞാൻ പറഞ്ഞില്ലേ സച്ചിയേട്ടനാ വിളിക്കുന്നത്, സച്ചിയേട്ടൻ എന്നോട് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ശരി, എടുത്ത് സംസാരിക്കുന്ന ലക്ഷ്മി പറയുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് രേവതി പറയുന്നു, സച്ചിയേട്ടാ പറ. അപ്പൊ സച്ചി പറയണ, രേവതി എനിക്കൊരു ഡൗട്ട്, നീ നിന്റെ അനിയത്തിയുടെ രജിസ്റ്റർ മാരേജിന്റെ കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ, അതേപോലെ വേറെന്തെങ്കിലും നീ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടോ? നിന്നോടാ ചോദിച്ചത്, ഇങ്ങനെ എത്ര കാര്യങ്ങൾ നീ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്? ഇത് കേട്ട് രേവതി ചോദിക്കണേ, ഇത് ചോദിക്കാനാണോ ഇപ്പൊ വിളിച്ചേ? അപ്പൊ സച്ചി പറയണ, അതെ, ചോദിച്ചതിന് മറുപടി പറ. ഒരു തവണ ഒരു കാര്യം മറച്ചു വെച്ചവൾ അതിനു മുമ്പും പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അവനാ എന്നോട് പറഞ്ഞു. ഏതവനെന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയണ, അവൻ സുധി. അപ്പൊ രേവതി പറയണ, സച്ചിയേട്ടൻ ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്ക്, നമുക്ക് രാവിലെ സംസാരിക്കാം. അങ്ങനെ രേവതി കോള് കട്ട് ചെയ്യുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? അപ്പൊ രേവതി പറയണ, ഒന്നുമില്ലമ്മേ, ഞാനില്ലാതെ സച്ചിയേട്ടന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചുമ്മാ വിളിക്കുന്നതാ. അവള് കോള് കട്ട് ചെയ്തെന്ന് സച്ചി പറയുമ്പോൾ സുധി പറയണ, പറയാതെ കോള് കട്ട് ചെയ്തു, അപ്പം അർത്ഥം എന്താ? എന്തൊക്കെയോ അവള് മറച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ? അപ്പൊ സച്ചി പറയണ, അത് ശരിയാണല്ലോ, ഞാൻ ചോദിച്ചതിന് അവള് മറുപടി തന്നില്ല, അപ്പൊ എന്തൊക്കെയോ അവൾ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ വീണ്ടും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാനായി തുടങ്ങുമ്പോൾ ശ്രീകാന്ത് തടയാനായി ശ്രമിക്കുകയാണ്. സൈലൻസ് എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. രേവതി ലക്ഷ്മി എന്ന് നോക്കിയിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പൊ സുധി പറയണ, കണ്ടില്ലേ, എടുത്തില്ലല്ലോ, അപ്പൊ എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട്. രേവതി ഫോൺ എടുക്ക്, ഇവൻ എന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് സച്ചി ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഫോൺ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുന്നു, രേവതി ചേച്ചി ഉറങ്ങിക്കാണും, സച്ചിയേട്ടൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ലക്ഷ്മി പറയണ, രേവതി ഫോൺ എടുത്ത് സംസാരിക്കണ്ടായിരുന്നോ? അപ്പൊ രേവതി പറയണ, ചുമ്മാ വിളിക്കുന്നതാണമ്മേ, അമ്മ കിടന്നുറങ്ങാൻ നോക്ക്. എടാ എന്റെ ഫോൺ ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞ് ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിച്ച് വീണ്ടും രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സച്ചി. എടുത്ത് സംസാരിക്കുന്ന ലക്ഷ്മി പറയുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് രേവതി പറയുന്നു, പറ സച്ചിയേട്ടാ. അപ്പൊ സച്ചി ചോദിക്കുകയാണ്, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീ എന്തിനാ കോള് കട്ട് ചെയ്ത്? ഞാൻ സംസാരിച്ചില്ലല്ലോ, സംസാരിക്കാതെയല്ലേ കട്ട് ചെയ്തെന്ന് രേവതി പറയുമ്പോൾ സച്ചി ചോദിക്കണ, എന്താ നീ എന്നോട് സംസാരിക്കില്ലേ? ഇത് കേട്ട് രേവതി പറയണ, ഇങ്ങനെ കുടിച്ചിട്ട് സംസാരിക്കുന്നവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ സച്ചി പറയണ, ഞാൻ കുടിക്കാൻ കാരണക്കാരി ആരാ? നീ ഓരോന്ന് ചെയ്തിട്ടല്ലേ ഞാൻ കുടിച്ചത്, ആദ്യം നീ എന്നോട് പറ, നീ എന്നിൽ നിന്നും എന്തെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്? അപ്പൊ രേവതി പറയണ, അതെല്ലാം പറയാൻ ഒരു ദിവസം പോരാ, വലിയൊരു ലിസ്റ്റ് ഉണ്ട്, രാവിലെ ഫോൺ ചെയ്യ്, അപ്പൊ പറയാം. ഇത് കേട്ട് സച്ചി ചോദിക്കണ, ഓഹോ, അപ്പൊ നീ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഇത് കേട്ട് സുധി പറയണ, കേട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ? രേവതി പറയണ, അതെ, വലിയ ലിസ്റ്റ് ഉണ്ട്, സച്ചേട്ടൻ സമാധാനമായിട്ടിരിക്കുമ്പോൾ എന്റെ വിളിക്ക്, ഞാൻ പറയാം, ഇപ്പൊ കിടന്നുറങ്ങ്. അങ്ങനെ രേവതി കോള് കട്ട് ചെയ്യുമ്പോൾ ഉറങ്ങാനായി കിടക്കുകയാണ് ലക്ഷ്മി. സച്ചി പറയുന്നു, ഇപ്പോഴും കോള് കട്ട് ചെയ്തു. അപ്പൊ സുധി പറയണ, അപ്പൊ കൺഫേം എന്തൊക്കെയോ നിന്റെ ഭാര്യ നിന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്, ഇത് വെറുതെ വിടരുത്, വീണ്ടും വിളിക്ക്. ഇത് കേട്ട് സച്ചി വീണ്ടും രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാനായി തുടങ്ങുമ്പോൾ ഫോൺ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ശ്രീകാന്ത് ചോദിക്കണ്ട, സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? എന്റെ ഫോൺ താടാന്ന് പറഞ്ഞ് സച്ചി ബഹളം വെക്കുമ്പോൾ ശ്രീകാന്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. സച്ചി ഫോൺ പിടിച്ചു വാങ്ങാനായി വരുമ്പോൾ ശ്രീകാന്ത് പറയുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇത് കേട്ട് സച്ചി പറയണോ, സ്വിച്ച് ഓഫ് ചെയ്തെന്നോ? ഞാൻ വിളിക്കാതിരിക്കാൻ വേണ്ടി അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതാ. നീ നിന്റെ ഭാര്യയോടും ചോദിക്ക്, നിന്നിൽ നിന്നും എന്തെല്ലാം
എല്ലാം മറച്ചു വെച്ചിട്ടുണ്ടെന്ന്. ശ്രുതി പറയണ എന്റെ ഭാര്യ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല, അവൾ എന്നോട് കള്ളം പറഞ്ഞിട്ടുമില്ല. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച സച്ചി പറയണ കള്ളം കൈയോടെ പിടിച്ചതല്ലേ, ശ്രുതിയെ കുറിച്ച് പറയേണ്ട കാര്യം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് രാവിലെ ഉറക്കമുണർന്ന സച്ചി രേവതി രേവതി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ അരികിലേക്ക് വന്ന രവീന്ദ്രൻ ചോദിക്കുന്നു, നീ ആരെയാ വിളിക്കുന്നത്? അപ്പൊ സച്ചി പറയണ രേവതി. രവീന്ദ്രൻ ചോദിക്കുന്നു, ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? നടന്നതെല്ലാം മറന്നുപോയോ? നിനക്ക് എങ്ങനെ ഓർമ്മ വരാനാ? നീയായിട്ടിരുന്നാലല്ലേ ഓർമ്മ വരും. ഈ സമയം വർഷയും ശ്രീകാന്തും ശ്രുതിയും എല്ലാം അവിടേക്ക് വരികയാണ്. അവള് വീട് വിട്ട് പോയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയണ അവള് പോയതല്ല, നീ ഇറക്കി വിട്ടതാ. വർഷ ചോദിക്കുന്നു, രേവതി ചേച്ചിയെ പുറത്താക്കിയത് മറന്നുപോയോ? സച്ചി പറയുന്നു, മറന്നില്ല, അവള് ചെയ്തത് വലിയ തെറ്റല്ലേ. എന്താച്ചാ അവള് ചെയ്തത് തെറ്റല്ലെന്നുണ്ടോ? അപ്പൊ രവീന്ദ്രൻ പറയണ തെറ്റാണ്, പക്ഷെ ഒരു തെറ്റും ചെയ്യാത്തവൻ വേണം ഇത് പറയാൻ. അവിടേക്ക് വന്ന ചന്ദ്രമതി ഉറക്കെ ചോദിക്കുകയാണ്, എന്താ എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? രേവതി കോഫി എടുത്തോണ്ട് വാ. എന്താ ശബ്ദമൊന്നും കേൾക്കുന്നില്ലേ? രേവതി ഇവിടെ ഇല്ലേ? രവീന്ദ്രൻ പറയണ ഇവനെല്ലാം മറന്ന് എഴുന്നേറ്റ ഉടനെ രേവതിയെ വിളിക്കുന്നു, ഇപ്പം നീയും എല്ലാം മറന്നോ? അപ്പൊ ചന്ദ്രമതി പറയണ ഓ ശരിയാണല്ലോ, അവൾ ഇവിടെ ഇല്ലല്ലോ, വീട് വിട്ടു പോയില്ലേ. ഇവിടെ വേലക്കാരി ഉണ്ടായിരുന്നപ്പോൾ കൃത്യസമയത്ത് എല്ലാം എത്തുമായിരുന്നു. അപ്പൊ സച്ചി പറയണ വേലക്കാരിയോ? നമ്മുടെ വീട്ടിൽ വേലക്കാരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ചന്ദ്രമതി പറയണ നീ എന്താ അറിയാത്തതുപോലെ പറയുന്നത്? രേവതി എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, പുറത്തവള് പൂ കെട്ടുന്നവള്, വീട്ടില് ജോലി ചെയ്യുന്നവള്. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി അവിടെ വന്ന് എഴുന്നേറ്റ് സച്ചി ചോദിക്കുന്നു, ആരെയാ വേലക്കാരി എന്ന് വിളിക്കുന്നത്? എന്താ അച്ഛാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് വേലക്കാരിയല്ല, അവൾ എന്റെ ഭാര്യയാ. ഇത് കേട്ട് ഞെട്ടി സച്ചിയെ നോക്കുകയാണ് ചന്ദ്രമതി. സച്ചി പറയണ അവളും ഞാനും കൂടി വഴക്കിട്ടു, അതുകൊണ്ട് എന്തു പറഞ്ഞാലും ഞാൻ കേട്ടോണ്ടിരിക്കുമെന്ന് വിചാരിക്കരുതമ്മ. വേലക്കാരിയാണത്രേ വേലക്കാരി, അവൾ എന്റെ ഭാര്യയാണ്, ഈ വീടിന്റെ മരുമകൾ. അവള് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നപ്പോൾ ഉടനെ അവള് വേലക്കാരിയായോ? എന്റെ ഭാര്യയെ കുറിച്ച് ആർക്കും എന്തും പറയാമെന്ന് വിചാരിക്കരുത്. അപ്പൊ ചന്ദ്രമതി പറയണ ഇന്നലെ നീയല്ലേ അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്, ഇപ്പൊ അവൾക്ക് വക്കാലത്ത് പറയുന്നോ? അപ്പൊ സച്ചി പറയണ അതെ, അവൾ എന്റെ ഭാര്യയാണ്, ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം മാത്രമാ, അതുകൊണ്ട് വായി വന്നതെല്ലാം പറയാമെന്നാണോ ഞാൻ അവളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞത്? അതുകൊണ്ട് അവൾ എന്റെ ഭാര്യ അല്ലാതാകില്ലല്ലോ, അവളെ ഞാൻ വഴക്ക് പറയും, മറ്റാർക്കും അവളെ വഴക്ക് പറയാനുള്ള അവകാശമില്ല. ഇപ്പൊ എന്തിനാണ് നീ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ സച്ചി പറയണ ബഹളം വെക്കാതെ എന്റെ ഭാര്യയെ നിങ്ങള് വേലക്കാരി എന്ന് വിളിച്ചാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കണോ? അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും, നീ ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ സച്ചി പറയണ ആദ്യം അമ്മ നിർത്ത്, അത് കഴിഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. എപ്പോഴും എന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ അമ്മയ്ക്ക്. എന്റെ ഭാര്യ ഈ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്തു, ഈ വീട്ടിൽ അവള് വെറുതെ ഇരിക്കുകയല്ലായിരുന്നല്ലോ, അവളുടെ ജോലിയും ചെയ്ത് വീട്ടിലെ ജോലിയും ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നു, അതൊന്നും മറക്കരുത്. കൈകൊട്ടി ചിരിച്ചുകൊണ്ട് വർഷ പറയണ സൂപ്പർ സച്ചിയേട്ടാ, രേവതി ചേച്ചിയെ വേലക്കാരിയാക്കിയപ്പോൾ എനിക്കും ദേഷ്യം വന്നു, പക്ഷെ സച്ചിയേട്ടൻ മറുപടി കൊടുത്തല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. സച്ചി പറയണ അവളും ഞാനും തമ്മിൽ വഴക്കിട്ടു, അത് ശരിയാ, എന്ന് കരുതി അവളെ കുറിച്ച് ആർക്കും എന്തും പറയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. ശ്രീ ചോദിക്കുന്നു, അമ്മേ രേവതി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ചേച്ചിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ, ഇവിടെ ഇല്ലാത്തപ്പോഴെങ്കിലും അമ്മയ്ക്ക് മിണ്ടാതിരുന്നൂടെ? അതിന് ഞാനിപ്പോ എന്താ പറഞ്ഞെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ്, നിന്റെ നാവ് വെറുതെ ഇരിക്കില്ലേ? ഈ വീടിന്റെ മരുമകളായിട്ട് വന്ന പെണ്ണിനെ വേലക്കാരിയാക്കുന്നു. നീ ഈ വീട്ടിലേക്ക് മരുമകളായിട്ടല്ലേ വന്നത്, എന്നെങ്കിലും എന്റെ അമ്മ നിന്നെ വേലക്കാരിയാക്കിയിട്ടുണ്ടോ? അപ്പൊ സച്ചി പറയണ അച്ഛമ്മ ഇങ്ങനെയൊന്നും പറയില്ല അച്ഛാ, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ പോലും അവളെ വേലക്കാരി എന്ന് വിളിക്കാൻ പാടില്ല, അവൾ എന്റെ ഭാര്യയാണ്, അതാരും മറക്കരുത്. അങ്ങനെ ചന്ദ്രമതിക്ക് താക്കീത് കൊടുത്ത് സച്ചി അകത്തേക്ക് പോകുമ്പോൾ ചന്ദ്രമതി പറയണ രാവിലെ ആരുടെ മുഖം കണി കണ്ടുകൊണ്ടാണോ ഞാൻ ഉണർന്നത്, ഒരു നല്ല കോഫി പോലും കുടിക്കണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്